everyone, welcome to a new video. In this video, we'll be talking about the themes that has been majorly discussed in the novel The Binding Wine by Shashi Deshpande. Hi friends, IGNOU ക്ലാസ്സിലൊരു വളരെ എളുപ്പത്തിൽ പാടാൻ പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഡിഗ്രി ലേണിംഗ് 4 UG പ്രോഗ്രാമുകളും 3 PG പ്രോഗ്രാമുകളും. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ. As we have discussed in the previous videos, we said it is a feministic novel and there are many themes that is to be majorly discussed, like that is very relevant and very important inside the text and also outside the text. Inside the text നോക്കുമ്പോൾ വളരെയധികം relevant ആയിട്ടുള്ള ഒരുപാട് themes we have to discuss in this novel. As it's a feministic novel, ഒരുപാട് social importance ഉള്ള ഒരു നോവലാണ് ശശി ദേശ്പാണ്ഡെയുടെ ദ ബൈൻഡിങ് വൈൻ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് വീഡിയോ വിൽ ടോക്ക് അബൌട്ട് ബ്ലോക്ക് 2 യൂണിറ്റ് 3 the themes of the novel The Binding Wine. Actually, these are the 4 major themes that is discussed in the novel, and there are many other themes that you will definitely get if you read through the book. Okay. നിങ്ങൾ നല്ല രീതിയിൽ ആ ബുക്ക് വായിച്ചാൽ തന്നെ ലൈക്ക് ദാറ്റ് ബുക്ക് ഇസ് അവൈലബിൾ ഇൻ എവറി ബുക്ക് സ്റ്റോർ ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് വൺ ഓൾസോ. യു പ്ലീസ് ട്രൈ ടു റീഡ് ഇറ്റ്. ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നല്ലൊരു ബുക്കാണത്. Okay, so there are majorly 4 themes that is to be discussed. So the first one is rape, second is feminism, third is love, marriage and sex, and then human relationships. Okay, these are the 4 themes. So first let's talk about the theme of rape. But before that, there are three things that we have to talk. Okay. The bond between a mother and a child, their love is like a vine which grows in all directions. ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയേണ്ട വേറൊരു ഈ തീം അല്ലാതെ ഈ ബുക്കിനെ കുറിച്ച് നമ്മൾ പറയാൻ ഞാൻ ലൈക്ക് പ്രീവിയസ് വീഡിയോയിൽ വിട്ടുപോയ 3 പോയിന്റ്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദിസ് ബുക്ക് ഓർ ദ ഇമ്പോർട്ടൻസ് ദ റെലവൻസ് ഓഫ് ദിസ് ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ നോവൽ എന്ന് പറയുന്നത്, ബൈൻഡിങ് വൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഒരു നോവലിൽ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് കാണുന്നത് റിലേഷൻഷിപ്സ് ആണ് മെയിനായിട്ട്, അല്ലെ? ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരമ്മയും മകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, പിന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, അതായത് ഒരു ബന്ധവും ഇല്ല, അതായത് ബ്ലഡ് റിലേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ പരസ്പരം സ്നേഹത്തോടെയും കരുണയോടെയും നിൽക്കുന്ന ഒരുപാട് ഹ്യൂമൻ റിലേഷൻഷിപ്സ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഭയങ്കര ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഈ നോവൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ കുറെ ബോണ്ടിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു നോവലിൽ സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ദ വിക്ടിംസ് ഫോൾട്ട് ബട്ട് സൊസൈറ്റി അറ്റ് ലാർജ് who praises her at one moment and then turns around and condemns her, and when a marriage fails, it is a woman who are already blamed, who are Allah, who is ആണ്. ഓക്കെ, പിന്നീട് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു തീം എന്ന് പറയുന്നത് തീം ഓഫ് റേപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ റേപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, whenever a rape happens, എവിടെയെങ്കിലും ഒരു റേപ്പ് സംഭവിച്ചാൽ it is said that it is the fault of a woman. അത് എപ്പോഴും ഒരു സ്ത്രീയുടെ ഫോൾട്ട് എന്നുള്ള രീതിയിലാണ് എപ്പോഴും അത് സംസാരിക്കുക. ഒരു റേപ്പ് സംഭവിച്ചാൽ until then അവരെ പ്രൈസ് ചെയ്തുകൊണ്ടിരുന്ന, അല്ല അവരെ സ്നേഹത്തോടെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം അവരെ പുച്ഛിക്കാൻ തുടങ്ങും. കണ്ടംൻ എന്ന് ഹിയർ ഈസ് സ്പെല്ലിംഗ്. കണ്ടംൻ മീൻസ് പുച്ഛിക്കാൻ തുടങ്ങും, അവരെ മാറ്റി നിർത്താൻ തുടങ്ങും, അവരെ വേറെയാക്കി നിർത്താൻ തുടങ്ങും, അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ വി പുഷ് ഹെർ ടു എ വേർജ് ഓഫ് മെന്റൽ ട്രോമയിലേക്ക് പുഷ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഷീ കമ്മിറ്റ് സൂയിസൈഡ് ഓർ സംതിങ് ഓർ ആഫ്റ്റർ ഷീ ഫോൾസ് ഇൻ എ ഡിപ്രഷൻ, വി ഓൾ വിൽ സേ അയ്യോ പാവമായി പോയി അല്ലെങ്കിൽ കഷ്ടമായി പോയി എന്നൊക്കെ. അതല്ലാതെ when the person is in need of support, or when the person needs someone to hear him or her, apparently we won't be there with her, and we always push the person to the verge of depression or to the verge of suicide until they feel like there is no other option. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിൽ എത്തിച്ചിട്ട് അവരെ കൊന്നുകളയും. Like it's killing, it's not suicide actually, it's murder only. Okay, then we say ayyo pavam ayipoyi. So that is what happens in every case. Even here also, if a rape happens, if a marriage fails, everywhere the person who's been blamed is a woman. Always it's a woman.
like as from the perspective of this novel, but I said yesterday itself I said there are many things that has been changing also. ഇപ്പൊ മാറി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, but still a woman is crucified in every scenario. In every scenario, a woman is crucified for things that she have done and things that she have not done. ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. Okay, then comes women join other women as companions and friends not to earn the approval of men. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു നോവലിൽ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ തമ്മിലുള്ള ആത്മബന്ധമാണ്. അതായത് ഒരു അമ്മ തമ്മിൽ, അല്ലെങ്കിൽ ഒരു മരിച്ചുപോയ മീരയും അവരുടെ മരുമകളായിരുന്ന ഉർമിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, പിന്നെ മിയർ ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ബോണ്ടിങ്, എസ്പെഷ്യലി ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ബിക്കോസ് മെയിൽ ക്യാരക്ടേഴ്സ് ഈ നോവലിൽ വരുന്നത് നെഗ്ലിജിബിൾ ക്യാരക്ടേഴ്സ് ആണ്, ലൈക്ക് വെരി മൈനർ ക്യാരക്ടേഴ്സ് ആയിട്ടേ വരുന്നുള്ളൂ. കിഷോർ എന്ന് പറയുന്ന ഉർമിയുടെ ഹസ്ബൻഡ് വരുന്നുണ്ട്, അങ്ങനെ വളരെ കുറച്ച് പേരേ വരുന്നുള്ളൂ. പിന്നെ ഡോക്ടർ ശങ്കർ വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് പേരേ വരുന്നുള്ളൂ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ സ്ത്രീകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. അതായത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ വിഷമം മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് തീം, ദാറ്റ് ഈസ് ദ തീം ഓഫ് റേപ്പ്, ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, തീം ഓഫ് റേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്, ഇഫ് യു ഹാവ് സീൻ ദ പ്രീവിയസ് വീഡിയോ, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് കൽപ്പന എന്ന് പറയുന്ന ആളാണ്, അല്ലെ? കൽപ്പന എന്ന് പറയുന്ന ഷക്കുത്തായിയുടെ മകൾ, ഒരു റേപ്പ് വിക്ടിമായിട്ട് ഹോസ്പിറ്റൽ ബെഡിൽ തന്റെ ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന കൽപ്പന, അല്ലെ? And rape has defined variously as violence to one's body, as violation of one's right to the body, as ravishment, and as an insult to woman and womanhood. റേപ്പ് എന്നതിൽ നമുക്ക് പലതരത്തിലും പറയാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് വയലൻസ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ, വൺസ് ബോഡി, ഒരാളുടെ ശരീരത്തിനോട് ചെയ്യുന്നൊരു വയലൻസും, പിന്നെ ഒരാളുടെ റൈറ്റ്സ്, ഒരു ഹ്യൂമൻ റൈറ്റിനെതിരെയുള്ള വയലേഷനുമായിട്ട് നമുക്ക് റേപ്പിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നോൺ കൺസെൻഷ്വൽ സെക്സിനെയാണ് റേപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, then there are rape laws in all countries. The Indian Penal Code gives an elaborate definition of rape and the punishment accompanying it. Rape is forced sex with a woman without her consent, but the law does not include the question of consent in the case of a married woman. അതായത് റേപ്പ് എന്ന് പറയുന്നത് ഈവൻ ഇൻ ദ ഇന്ത്യൻ പീനൽ കോഡ്, നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് നോക്കുന്ന സമയത്ത് അതിൽ റേപ്പിന് വളരെ വലിയൊരു എലാബറേറ്റ് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ മാരീഡ് വുമൻ, ഇഫ് ഇറ്റ്സ് എ മാരിറ്റൽ റേപ്പ്, ദർ ഇസ് നോ മാറ്റർ ഓഫ് കൺസെന്റ് ദാറ്റ് ഹസ് ബീൻ മെൻഷൻഡ് ഇൻ ദ ക്ലാസ്. ആ ഒരു ക്ലാസ്സിൽ ഈ മാരിറ്റൽ റേപ്പ് എന്ന് വരുമ്പോൾ അതിൽ ഈ കൺസെന്റിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇറ്റ്സ് മിയർ വയലേഷൻ ഓഫ് റൈറ്റ്സ്, വയലേഷൻ ഓഫ് എ പേഴ്സൺസ് ബോഡി. അതായത് without their consent, if a woman's body is used, that itself is rape. But പക്ഷെ എന്ന് വെച്ചാൽ even though we have many laws and things regarding this rape and all, but like in many cases we are seeing that the victim is suffering and the culprit, he somehow escapes from the case and all. In every cases we have seen the same thing in reality and even in movies and all. Everywhere what we are seeing is nobody is being jail for rape or anything. പക്ഷേ എന്ന് വെച്ചാൽ അവരതൊക്കെ രക്ഷപ്പെട്ടു പോകണമെന്നാണ്. പക്ഷെ അതിനുശേഷം ഈ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ വിക്ടിം എന്ന് പറയുന്ന ആളാണ്. ഈ റേപ്പ് വിക്ടിം ആണ് അപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്. ഓക്കെ, and Kalpana's case runs all through the text from part 2 onwards and creates an atmosphere of anger and helplessness. Kalpana is brought to the hospital in a coma. Coma ennu parayunnathu oru situation where a person bedridden, totally helpless and like paralyzed pole anangada kadukuna oru situation aanu coma ennu parayunnathu. But even in a coma stage it is said that the person can hear and understand things that we say, but they cannot respond to any actions or anything. പക്ഷേ അവർക്ക് മനസ്സിലാകും നമ്മൾ പറയണൊക്കെ എന്നാണ് പറയുന്നത്. So when Kalpana is brought into the hospital after the rape, after she's been raped, Kalpana hospital കൊണ്ടുവരുമ്പോൾ she was in a coma stage. Okay, she does not recover till the end of the novel and we can infer that she will never recover.
How long will she be in this dead alive condition is a question that looms large. Even ഒരു റേപ്പ് സംഭവിച്ചതിന് ശേഷം കൽപ്പന ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഒരു കോമ കണ്ടീഷനിലാണ്. ആൻഡ് ത്രൂ ഔട്ട് ദ നോവൽ ടിൽ ദ എൻഡ് ഓഫ് ദ നോവൽ കൽപ്പനയുടെ ഒരു കേസ് നോക്കുമ്പോൾ അവരെ എന്താ പറയുക കോമയിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. ആൻഡ് വി കൻ അസ്യൂം ദാറ്റ് ഷീ ഈസ് നോട്ട് ഗോണ റിക്കവർ ആസ് ഇറ്റ്സ് എ ഫിക്ഷൻ. സോ അവർ റിക്കവർ ആയിട്ടേ ഇല്ല. ആൻഡ് ഉർമി കംസ് ടു നോ ഓഫ് ദ കേസ് വെൻ ഷി ഗോസ് ടു ദ ഹോസ്പിറ്റൽ ടു മീറ്റ് വന്ന ഹർ സിസ്റ്റർ ഇൻ ലോ ഹു ഇസ് എ മെഡിക്കൽ സോഷ്യൽ വർക്കർ ദർ. അങ്ങനെ ഉർമി ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് അറിയുന്നത് എപ്പോഴാണ്? അവരുടെ സിസ്റ്റർ വർക്ക് ചെയ്യുന്നത് വന്ന വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ്. Okay, Urmi feels sorry for the victim and tries to help Shakutai, Kalpana's mother. Since Kalpana is not in a position to tell us what exactly happened to her, we learn about it in bits and pieces from Shakutai. അതായത് ഉർമി പിന്നെ അവരുടെ സിസ്റ്ററായ സിസ്റ്റർ-ഇൻ-ലോ ആയ വന്നയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഷക്കുതായി എന്ന് പറയുന്ന കൽപ്പനയുടെ അമ്മയെ കാണുന്നത്. കൽപ്പന കോമ സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഷീ ഈസ് നോട്ട് ഏബിൾ ടു റിവീൽ വാട്ട് ആക്ച്വലി ഹാപ്പൻ ടു ഹർ. കൽപ്പനയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് റിവീൽ ചെയ്യാൻ കൽപ്പന ഇസ് നോട്ട് ഏബിൾ ടു ബിക്കോസ് ഷീസ് ഇൻ എ കോമ സ്റ്റേജ്. ആൻഡ് വി ലേൺ അബൌട്ട് ദ സിറ്റുവേഷൻ അബൌട്ട് വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത് എന്ന് ബിറ്റ്സ് ആൻഡ് പീസസ് ആയി അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പീസ് അതായിട്ട് നമ്മൾ അറിയുന്നത് ഷക്കുതായി എന്ന് പറയുന്ന കൽപ്പനയുടെ അമ്മയിൽ നിന്നാണ്. Okay, it can be summarized thus: Kalpana was coming from her work, it was dark, and in one of the dark streets someone attacked her, raped her, and leaving the unconscious girl and ran away. Kalpana cannot tell us the name or description of the culprit, but slowly it becomes clear that it was Prabhagar, her Sulu Mausi's husband. Sulu Mausi എന്ന് പറയുന്നത് കൽപ്പനയുടെ ആന്റിയാണ്. ലൈക്ക് കൽപ്പന ഒരിക്കൽ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇറ്റ് വാസ് വെരി ഡാർക്ക് ഔട്ട് ദെയർ. നല്ല ഇരുട്ടുള്ള ഒരു രാത്രിയിൽ കൽപ്പന തിരിച്ചു വരുന്ന സമയത്ത് ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ട് കൽപ്പനയെ റേപ്പ് ചെയ്യപ്പെടുകയും അവർ അൺകോൺഷ്യസ് ആവുന്നു. അതിനുശേഷം ആ കൾപ്രിറ്റ് അവിടുന്ന് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഗ്രാജുവലി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, ലൈക്ക് വൈൽ ദ സ്റ്റോറി ഈസ് അൺഫോൾഡിങ്, വി റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഹർ ആണ്ട് സുലു മോസി. സുലു മോസി എന്ന് പറയുന്നത് സുലു എന്ന് പറയുന്നത് അവരുടെ ആണ്ടാണ്. മോസി ഈസ് ഹിന്ദി വേർഡ് ഫോർ ആണ്ട്. ഓക്കെ, സുലു മോസിയുടെ ഹസ്ബൻഡായ പ്രഭാകർ ആണ് കൽപ്പനയെ. ഹി വാസ് ഓൾവേസ് ലസ്റ്റ്ഫുൾ ടുവേർഡ്സ് കൽപ്പന. കൽപ്പനയായിട്ട് എപ്പോഴും അയാൾക്കൊരു ഒരു ഭ്രമം ഉണ്ടായതായിട്ട് ഒരുപാട് പറയുന്നുണ്ട്, നോവലിൽ കുറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ അദ്ദേഹമാണ് അയാളാണ് ഇവളെ കൽപ്പനയെ റേപ്പ് ചെയ്തത് എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, Kalpana lay in coma after that. Her condition can be summed up as neither dead nor alive. Dr. Shankar alla Dr. Bhaskar anata. Sorry, I mispronounced the name. Okay. Sees absolutely no chance of her recovery and says, I don't expect her to ever come back to normality after this. Rape does not end with the act. It has its social, familial and legal implications. On the familial scene, we have Shakutai, her children and Sulu. Okay. അതായത് പിന്നീട് കൽപ്പനയുടെ സിറ്റുവേഷനെ കുറിച്ചിട്ട് ഡോക്ടർ ഭാസ്കറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഡോക്ടർ ഭാസ്കർ പറയുന്നുണ്ട് ഷീ ഈസ് നെവർ ഗോയിങ് ടു കം ബാക്ക് ടു ഹെർ ലൈഫ്. അവൾ ഒരിക്കലും തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടർ ഭാസ്കർ പറയുന്നുണ്ട്. ബിക്കോസ് ഹി ഡോണ്ട് ഹാവ് എനി ഹോപ്പ്. ഷീ ഈസ് ഓൾറെഡി ഇൻ എ കോമ സിറ്റുവേഷൻ and she's not showing any improvements. And he's also saying one another very important thing. He's saying that something that is rape is not going to end with the act. A rape avada sambhavichu kazhinjal avada theerunilla. It has a lot of implications on the person and the family. And agane like a culpritine ആ ആക്ട് അവിടെ അവസാനിച്ചു. പക്ഷെ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം റേപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ അവസാനിക്കുന്നില്ല. അവരുടെ സോഷ്യൽ ആയിട്ടുള്ള അവരുടെ സ്റ്റേറ്റസിനെ അത് ബാധിക്കും, അവരുടെ മെന്റൽ സ്റ്റേറ്റിനെ അത് ബാധിക്കും, അവരുടെ ഫാമിലിയെ അത് ബാധിക്കും, അവരുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും. And it is going to make a lot of, even if the person recover from this coma, even if Kalpana recover from the coma, the shame that she is going to face in the society, the exclusion that she is going to face from the society, or the harassment or the torture that her family is going to face in the future, adonnum maaran poganilla until it is our Indian society. Okay, Indian society, this is what is going to happen in the future also. The victim will always keep suffering and the culprit will always remain safe in somewhere. Okay, yeah,
the initial problem. So when the story unfolds and when we get to know the truth, the reader itself gets very angry towards the culprit, but similar to every characters in the novel, we are also in a helpless situation. Okay, the initial problem before Shakutai is, what will I tell Sulu? What can I say to her? She loves Kalpana, she loves her like her own daughter. Till this point in time, neither Shakutai nor Sulu nor we as readers know that the culprit is Sulu's husband. Shakutai does not know how to tell her children about it. When Sulu learns of her husband's shameful act, she commits suicide. Okay, അങ്ങനെ തുടക്കത്തിൽ ഷാക്കുത്തായി എങ്ങനെയാണ് സുലു എന്ന് പറയുന്നത് കൽപ്പനയുടെ ആന്റീൻ്റെ അടുത്ത് കൽപ്പനയുടെ റേപ്പ് കേസ് പറയാന്ന് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ടെൻഷനായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് അവർക്ക് അറിയില്ല കൽപ്പനയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള പ്രഭാകറാണ് ഈ ആക്ട് ചെയ്തത് എന്ന് അറിയില്ല. ആൻഡ് ഷകുത്തായി ഇസ് വെരി മച്ച് worried that Sulu might commit suicide if she get to know that her husband has committed a crime like this, a shameful crime like this. And Shakutai is worried. Okay, Mira's I'm sorry, അപ്പോൾ കൽപ്പനയുടെ കേസ് എന്ന് പറയുന്നത് നോൺ കൺസെൻഷ്വൽ സെക്സ് ആണ്, ദാറ്റ് ഈസ് റേപ്പ്. When it comes to Mira's case, it's kind of marital rape. Let's see what is happening here. Mira's case is strange. From one angle, it is rape in marriage. From another, it is not. For the society, Meera is a happy wife because she is intensely loved. For Meera, however, her husband's love is suffocating. Urmi constructs Meera through the old diaries and poems. As Urmi reads each poem, the personality of the writer Meera comes alive. മീര എന്ന് പറയുന്ന സ്ത്രീ, അതായത് ഉർമിയുടെ മദർ ഇൻ ലോയുടെ കേസിൽ നോക്കുന്ന സമയത്ത് അവര് മാരിറ്റൽ റേപ്പിന് ഇരയായ ഒരു സ്ത്രീയാണ്. ഓക്കെ, മാരിറ്റൽ റേപ്പിന് ഇരയായ ഒരു സ്ത്രീയാണ് മീര എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അവരുടെ സ്റ്റോറിയെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്? അവരുടെ എഴുത്തുകളിലൂടെ, അവരുടെ കഥകളിലൂടെ, അവരുടെ കവിതകളിലൂടെ, അവരുടെ മരണശേഷം, ഈവൻ ആഫ്റ്റർ ഹെർ ഡെത്ത്, ആഫ്റ്റർ 10 years സംതിങ്, Urmi finds her journals and things in her notebooks, and അതിലൂടെയാണ് നമ്മൾ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. Meera, she realizes what's scared of her husband's obsession. Her verses show her resentment to her husband's assault on her body every night. Sex is distasteful to her. She shows her unwillingness, but her husband never understands her point of view, and he need to, because socially and legally also, Meera's case cannot be called rape. Her husband has perfectly valid reasons to lay his claim on his wife. Urmi finds a clear current of anger and resentment in the writings of her mother-in-law. അങ്ങനെ മീരയുടെ കേസിൽ നോക്കുമ്പോൾ, പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് മീര ഇസ് എ ഹാപ്പിലി മാരീഡ് വൈഫ്. അവർ വളരെ ഹാപ്പി ആയിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എവറി നൈറ്റ് ഹെർ ഹസ്ബൻഡ് ഇസ് ഫോഴ്സിങ് ഹെർ ടു ടേസ്റ്റ്ലെസ് സെക്സ്. അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു സെക്ഷൽ അപ്രോച്ചാണ് അവരുടെ ഹസ്ബൻഡിൽ നിന്ന് മീരയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് അവർക്കത് ഒരിക്കലും ഒരു റേപ്പായിട്ടും വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് അക്കോർഡിംഗ് ടു ഹെർ ഹസ്ബൻഡ്, ഷീ ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ വൈഫാണ്. സോ അയാൾ വിശ്വസിക്കുന്നത് ലീഗലി ഹി ഡസന്റ് നീഡ് എനി കൺസെന്റ് ഫ്രം ഹിസ് വൈഫ്. അവരുടെ വൈഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൺസെന്റും അദ്ദേഹത്തിന് ആവശ്യമില്ല. സോ ഇറ്റ് കനോട്ട് ബി കോൾഡ് എ റേപ്പ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് മീരയ്ക്ക് ഈ ഒരു എവറി നൈറ്റ് ഷീ ഈസ് എക്സ്പീരിയൻസിങ് ദ സെയിം തിങ്, ദിസ് non-consensual sex. She has to be submissive before her husband. അപ്പോൾ അതൊക്കെ മീരയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആൻഡ് വി ഗെറ്റ് ടു നോ ഓൾ ദീസ് തിങ്സ്. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആങ്കറും ഒരു വെറുപ്പും ഒക്കെ വിദ്വേഷവും ഒക്കെ നമുക്ക് പിന്നീട് അവരുടെ എഴുത്തുകളിലൂടെ, നമുക്ക് ഉർമി വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Meera could not have told her feelings to anyone, so she consigned her deepest thoughts to her diaries. When Urmi reads these writings, many decades after the death of her mother-in-law, she recreates the personality of Meera and finds her to be a progressive person for her times. അതായത് മീര എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടി ഒരു ഹസ്ബൻഡിന്റെ പീഡനത്തിന്, ലൈക്ക് ഹർ ഹസ്ബൻഡ് ലവ്ഡ് ഹെർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാളുടെ ആ ഒരു ഒബ്സെഷൻ, മീരയുടെ അടുത്തുണ്ടായിരുന്ന അയാളുടെ ഒരു ഒബ്സെഷൻ അവൾക്ക് ഭയങ്കര സഫോക്കേറ്റിംഗ് ആയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ അവരുടെ മരണശേഷം ഉർമി ഈസ് ട്രൈങ് ടു റിക്രിയേറ്റ് ഹെർ, ആൻഡ് ഉർമി ബിലീവ്സ് ദാറ്റ് ഷീ ഈസ്
പ്രോഗ്രസീവ് വുമൻ ഓഫ് ഹെർ ഏജ്. അവരുടെ കാലഘട്ടത്തിൽ ഒരു പ്രോഗ്രസീവ് വുമൺ ആണ് മീര എന്ന് ഉർമി വിശ്വസിക്കുന്നുണ്ട്. Urmi has plans to publish Meera's poems, but there are various social and familial factors to think of before she takes this step. Both these rape cases are reported and described after they happen, but by bringing them to light, Urmi and the implications Shashi Deshpande directs our attention to two significant issues. First, a woman's right to her body, and second, the need to speak out.